Hi friends, welcome to Binsy's Homemade. അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ചോക്ലേറ്റ് ട്രഫിൾ കേക്കാണ്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, കുറേ നാൾ ലോക്ക്ഡൗൺ ഒക്കെ ആയതുകൊണ്ട് എല്ലാവരും വീട്ടിൽ തന്നെ ഇരിപ്പായിരിക്കും. അപ്പോൾ നമ്മുടെ ഫ്രണ്ട്സിൻ്റെ ഫാമിലീസിലൊക്കെ ആരുടെയും ബർത്ത്ഡേസ് ഒക്കെ വരുമ്പോൾ നമുക്ക് സെലിബ്രേറ്റ് ചെയ്യാനായിട്ടൊരു കേക്ക് വേണ്ടേ. അപ്പോൾ കൂടുതൽ പേരും പരീക്ഷണം നടത്തി നോക്കിയിട്ടുണ്ടാവുക കേക്ക് ഉണ്ടാക്കാൻ തന്നെയായിരിക്കും അല്ലേ. അപ്പോൾ അതുപോലെ ബിഗിനേഴ്സിന് വരെ ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ കേക്കിൻ്റെ റെസിപ്പിയാണിത്. അതുപോലെ തന്നെ നമ്മുടെ ഇപ്പോൾ എല്ലാവരുടെ വീട്ടിലും ഓവനൊന്നും ഉണ്ടാവണമെന്നില്ലല്ലോ അല്ലേ. അപ്പോൾ അതുകൊണ്ട് ഓവനിലല്ല, നമ്മളിന്ന് ഗ്യാസ് സ്റ്റൗവിലാണ് ഈ കേക്ക് ഉണ്ടാക്കിയെടുക്കുന്നത്. അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നമ്മൾ എടുക്കുന്ന ഇൻഗ്രീഡിയൻസിൻ്റെ അളവെന്ന് പറയുന്നത്. നമ്മൾ എടുക്കുമ്പോൾ ഓരോ ഇൻഗ്രീഡിയൻസും അതിൽ പറഞ്ഞിരിക്കുന്ന കൃത്യമായിട്ടുള്ള അളവിൽ തന്നെ എടുക്കണം. ഒന്നും കൂടാനും പാടില്ല, കുറയാനും പാടില്ല. അങ്ങനെ ആകുമ്പോഴും കേക്ക് കറക്റ്റായിട്ട് കിട്ടില്ല കേട്ടോ. അതിൻ്റെ കേക്കിൻ്റെ നമ്മൾ ബാറ്റർ റെഡിയാക്കുന്ന സമയത്ത് അതിൻ്റെ കൺസിസ്റ്റൻസി തന്നെ ആകെ മാറിപ്പോവും. അതുകൊണ്ട് എപ്പോഴും പറയുന്ന അതേ അളവിൽ തന്നെ ഇൻഗ്രീഡിയൻസ് എടുക്കാനായിട്ട് നോക്കുക. അപ്പോൾ നമുക്കിനി കേക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് കേക്കിനുള്ള ഐസിങ് ഒന്ന് റെഡിയാക്കി വെക്കാം കേട്ടോ. അതൊന്ന് ഫ്രിഡ്ജിൽ വെച്ചൊരു 2 മണിക്കൂറെങ്കിലും അതൊന്ന് തണുപ്പിച്ചെടുക്കണം. അപ്പോൾ ആ നേരം കൊണ്ട് നമുക്ക് കേക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും. അതുകൊണ്ട് നമുക്ക് ആദ്യം വിപ്പിംഗ് ക്രീം ഒന്ന് റെഡിയാക്കാം. അപ്പോൾ ഞാനിവിടെ 2 കപ്പ് വിപ്പിംഗ് ക്രീമാണ് എടുത്തിട്ടുള്ളത്. വിപ്പിംഗ് ക്രീമിന് പകരം ഫ്രഷ് ക്രീം ഉപയോഗിച്ചാലും കുഴപ്പമില്ല കേട്ടോ. ഞാനിപ്പോൾ വിപ്പിംഗ് ക്രീമാണ് എടുത്തിട്ടുള്ളത്. ചില വിപ്പിംഗ് ക്രീമൊക്കെ നമ്മൾ ഫ്രോസൺ ഫോമിലായിരിക്കും സൂക്ഷിക്കേണ്ടി വരിക. അപ്പോൾ അങ്ങനെയുള്ള വിപ്പിംഗ് ക്രീമൊക്കെയാണ് എടുക്കണതെന്ന് വെച്ചാൽ അത് നമ്മൾ കേക്ക് ഉണ്ടാക്കുന്നതിന് തലേദിവസം എങ്ങാനും താഴെ ഫ്രിഡ്ജിലേക്ക് എടുത്ത് മാറ്റി വെച്ചാൽ മതി. അപ്പോൾ ഇതുപോലെ ലൂസ് ഫോമിലായിട്ട് കിട്ടും. ഇത് നമുക്കൊന്ന് ചൂടാക്കിയിട്ട് എടുക്കണം. ഒന്നുകിൽ ഓവനിൽ വെച്ചിട്ട് 2 മിനിറ്റ് ഒന്ന് ചൂടാക്കിയിട്ട് എടുക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ ഡബിൾ ബോയിലിംഗ് മെത്തേഡിൽ നമുക്ക് ചൂടാക്കിയിട്ട് എടുക്കാം. അപ്പോൾ ഞാൻ ഈ ക്രീം ഒന്ന് ചൂടാക്കി എടുക്കുന്ന നേരത്ത് ഡാർക്ക് ചോക്ലേറ്റ് ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇത് 150 ഗ്രാം ഡാർക്ക് ചോക്ലേറ്റാണ് എടുത്തിട്ടുള്ളത്. ഇനി ഞാൻ ഈ ചൂടാക്കി വെച്ചിരിക്കുന്ന വിപ്പിംഗ് ക്രീമിലേക്ക് നമ്മൾ ഈ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഡാർക്ക് ചോക്ലേറ്റും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇത് നമ്മളിപ്പോൾ മിക്സ് ചെയ്തെടുക്കണില്ല. ഈ ചോക്ലേറ്റ് ഇതിലൊന്ന് ഡിപ്പ് ചെയ്ത് വെച്ചാൽ മതി. ഒരു 5 മിനിറ്റിന് ശേഷം നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഈ ക്രീം നമ്മൾ ചൂടാക്കി എടുത്തിട്ടുള്ളത് കൊണ്ട് അതിൻ്റെ ചൂടിൽ ചോക്ലേറ്റ് മെൽറ്റായി കിട്ടും കേട്ടോ. പിന്നെ വിപ്പിംഗ് ക്രീമിൽ ഓൾറെഡി മധുരം ഉണ്ടായിരിക്കും. എന്നാലും നമ്മളിപ്പോൾ ഡാർക്ക് ചോക്ലേറ്റ് ചേർത്തിട്ടുള്ളതുകൊണ്ട് കുറച്ച് മധുരം കുറഞ്ഞിട്ടുണ്ടാവും. അതുകൊണ്ട് ഞാൻ ഇതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂണോളം പൊടിച്ച പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ ക്രീം നമ്മളിപ്പോൾ ബീറ്റ് ചെയ്തെടുക്കില്ല. ഇതൊരു 2 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് നല്ലപോലെ തണുപ്പിച്ചെടുത്തതിന് ശേഷമാണ് നമ്മൾ ബീറ്റ് ചെയ്തെടുക്കുന്നത്. അതുകൊണ്ട് ഞാനിപ്പോൾ ഇതൊരു ക്ലിംഗ് റാപ്പ് കൊണ്ട് ഇതൊന്ന് കവർ ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ച് നല്ലപോലെ ഒന്ന് തണുപ്പിച്ചെടുക്കുകയാണ്. പിന്നെ നമ്മൾ കേക്കിൻ്റെ ബാറ്റർ റെഡിയാക്കുന്നതിന് മുമ്പായിട്ട് കുറച്ച് കോഫി സിറപ്പും കൂടി റെഡിയാക്കി വെക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1/2 കപ്പ് ചൂടുള്ള വെള്ളം എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂണോളം ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ കോഫിയും കൂടി ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മുടെ ചോക്ലേറ്റ് കേക്കിന് കുറച്ചും കൂടി ഫ്ലേവർ എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ നമുക്ക് കേക്ക് ബേക്ക് ചെയ്തെടുക്കാനുള്ള ട്രേയും കൂടി ഒന്ന് റെഡിയാക്കി വെക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഓയിൽ വെച്ച് ഒന്ന് ഗ്രീസ് ചെയ്തിട്ട് അതിൻ്റെ മുകളിലായിട്ട് ബട്ടർ പേപ്പർ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കേക്കിൻ്റെ ബാറ്റർ റെഡിയാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 4 മുട്ട എടുത്തിട്ടുണ്ട്. ഇത് റൂം ടെമ്പറേച്ചറിലുള്ള മുട്ടയാണ്. അപ്പോൾ നമുക്ക് ഈ 4 മുട്ടയും കൂടി നല്ലപോലെ ഒന്ന് അടിച്ച് പതപ്പിച്ചെടുക്കണം. ഞാനിന്ന് മുട്ട ബീറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ഇലക്ട്രിക് ബീറ്റർ വെച്ചിട്ടാണ് ബീറ്റ് ചെയ്തെടുക്കുന്നത്. ബീറ്റർ ഇല്ലെങ്കിലും കുഴപ്പമില്ല. നമ്മൾ സാധാരണ മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒരു 5-10 മിനിറ്റ് ഹൈ സ്പീഡിൽ ഒന്ന് ബീറ്റ് ചെയ്തെടുത്താൽ മതി കേട്ടോ. മുട്ട നന്നായി പതഞ്ഞ് കിട്ടണം, അത്രയേ വേണ്ടൂ. മുട്ട ഞാൻ നന്നായിട്ട് അടിച്ച് പതപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 കപ്പ് പൊടിച്ച പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കേക്കിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാരയാണ് നമ്മളിപ്പോൾ ചേർത്ത് കൊടുക്കുന്നത്. കൂടുതൽ മധുരം വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ 1 കപ്പേ ചേർത്തിട്ടുള്ളൂ. പഞ്ചസാര പൊടിച്ച് ചേർക്കുന്നതായിരിക്കും നല്ലത് കേട്ടോ. അതാകുമ്പോൾ നമുക്ക് മിക്സ് ചെയ്തെടുക്കാനായിട്ട് എളുപ്പമുണ്ടാവും. ഇപ്പോൾ ഞാനിത് രണ്ടും കൂടി നല്ലപോലെ അടിച്ച് പതപ്പിച്ച് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ 1.5 ടീസ്പൂണോളം വാനില എസൻസും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആ മുട്ടയുടെ സ്മെല്ല് പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വാനില എസൻസ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതൊന്നും കൂടി ഒന്ന് ബീറ്റ് ചെയ്തെടുത്തതിന് ശേഷം ഇതിലേക്ക് 1/2 കപ്പോളം സൺഫ്ലവർ ഓയിലും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഓയിൽ ചേർത്ത് കഴിഞ്ഞാൽ നമ്മൾ ഹൈ സ്പീഡിൽ ഇടാൻ പാടില്ല. നമ്മൾ മുട്ട ബീറ്റ് ചെയ്തെടുത്തത് ഹൈ സ്പീഡിലിട്ടിട്ടായിരുന്നു. ഓയിൽ ചേർത്തതിന് ശേഷം ഏറ്റവും ലോ സ്പീഡിലിട്ടിട്ട് വേണം ഇതൊന്ന് അടിച്ചെടുക്കാനായിട്ട്. അതുപോലെ ഒരുപാട് സമയമൊന്നും അടിക്കരുത്. ഓയിലൊന്ന് എല്ലായിടത്തും ഒന്ന് മിക്സ് ചെയ്ത് കിട്ടുന്ന രീതിയിൽ ജസ്റ്റ് ഒന്ന് കറക്കി എടുത്താൽ മതി. അങ്ങനെ കേക്കിലേക്കുള്ള വെറ്റ് ഇൻഗ്രീഡിയൻസ് എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് റെഡിയാക്കി എടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഈ ഒരു അരിപ്പയിലൂടെ 1 കപ്പ് മൈദ ഇട്ട് കൊടുക്കുന്നുണ്ട്.
ഇതിൻ്റെ കൂടെ ഒരു 1/4 കപ്പോളം കൊക്കോ പൗഡറും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/4 കപ്പ് എന്ന് പറയുമ്പോൾ 4 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡറാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതേപോലെ തന്നെ 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കണം. 1-2 തവണയൊക്കെ നമ്മൾ ഇതുപോലെ അരിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ കൂടുതലും നല്ലതാണ്. അപ്പോൾ ഞാൻ ഈ ഡ്രൈ ഇൻഗ്രീഡിയൻസ് അരിച്ചെടുത്തത് ഒരു വട്ടം കൂടി ഒന്ന് അരിച്ചെടുക്കുന്നുണ്ട്. എന്നിട്ട് ഞാൻ ഡയറക്റ്റായിട്ട് നമ്മൾ മുട്ട നേരത്തെ അടിച്ചു വെച്ചതിൻ്റെ കൂട്ടത്തിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇത് രണ്ടും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ബീറ്ററിൻ്റെ ആവശ്യമില്ല. അതുപോലെ തന്നെ നമ്മളിത് മിക്സ് ചെയ്തെടുക്കുമ്പോൾ ഒരുപാട് കുത്തി ഇളക്കരുത്. ചെറുതായിട്ട് ഇങ്ങനെ ഒരു സ്പാച്ചിൽ വെച്ചിട്ടൊന്ന് ഫോൾഡ് ചെയ്ത് കൊടുത്താൽ മതി. അതുപോലെ തന്നെ ഇത് മിക്സ് ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ആദ്യം റെഡിയാക്കി വെച്ചിട്ടുള്ള കോഫി സിറപ്പും കൂടി കുറേശ്ശെ ഒഴിച്ചു കൊടുക്കാം. 1/2 കപ്പാണ് നമ്മൾ കോഫി സിറപ്പ് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതെല്ലാം കൂടി ഒന്നിച്ചൊഴിക്കാതെ കുറേശ്ശെ ഒഴിച്ച് നോക്കിയിട്ട് കേക്കിൻ്റെ ബാറ്ററിൻ്റെ ആ ഒരു പാകം നോക്കിയിട്ട് ബാക്കിയുള്ളത് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഞാനിപ്പോൾ പകുതി മാത്രമേ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ, ബാക്കി പകുതി ഇരിപ്പുണ്ട്. ഇത് നമുക്ക് ഇനി ഷുഗർ സിറപ്പ് റെഡിയാക്കുന്ന സമയത്ത് അതിൻ്റെ കൂട്ടത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ കേക്കിൻ്റെ ബാറ്റർ ഒരുപാട് ലൂസായി പോകാൻ പാടില്ല. ഈ ഒരു പരുവത്തിൽ വേണം നമ്മളിത് മിക്സ് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ നമുക്കിനി ഈ കേക്ക് ടീനിലേക്ക് ഈ കേക്കിൻ്റെ മിക്സ് ഒഴിച്ചു കൊടുക്കാം. അതുപോലെ നമ്മൾ കേക്കിൻ്റെ ബാറ്റർ റെഡിയാക്കുന്ന സമയത്ത് തന്നെ നമ്മൾ ഓവൻ ആണെങ്കിൽ ഓവൻ, അല്ലെങ്കിൽ ഗ്യാസ് സ്റ്റവിലാണ് ഉണ്ടാക്കുന്നതെന്ന് വെച്ചാൽ ഏത് പാത്രത്തിലാണോ ഉണ്ടാക്കണേ ആ പാത്രം നമ്മൾ പ്രീഹീറ്റ് ചെയ്ത് വെക്കണം. ഓവനിലാണ് ഉണ്ടാക്കണതെന്ന് വെച്ചാൽ 180 ഡിഗ്രി സെൽഷ്യസിൽ 10 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്തെടുക്കുക. ഞാനിന്ന് ഗ്യാസ് സ്റ്റൗവിൽ വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് ഞാനിവിടെ പാത്രം ഓൾറെഡി ചൂടാക്കി വെച്ചിട്ടുണ്ട്. അതൊരു 5 മിനിറ്റ് ഹൈ ഫ്ലെയിമിലും പിന്നെ ഒരു 5 മിനിറ്റ് മീഡിയം ഫ്ലെയിമിലായിട്ട് മൂടി വെച്ച് ഞാൻ പ്രീഹീറ്റ് ചെയ്തെടുത്തിട്ടുള്ള പാനാണ്. പിന്നെ അതുപോലെ നിങ്ങൾ കേക്കൊക്കെ ഉണ്ടാക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ഈ ഒരു വലിപ്പത്തിലൊക്കെയുള്ള കേക്കാണ് ഉണ്ടാക്കുന്നതെന്ന് വെച്ചാൽ എന്തായാലും മിനിമം ഒരു 20-25 മിനിറ്റ് സമയം എടുക്കും. അത് ഓവനിലാണെങ്കിലും ഗ്യാസ് സ്റ്റൗവിലാണെങ്കിലും 25 മിനിറ്റ് സമയം എന്തായാലും എടുക്കും. അതുകൊണ്ട് നമ്മൾ അതിനുള്ളിൽ എപ്പോഴും ചെയ്യുന്നത് തുറന്നു നോക്കരുത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ കേക്ക് പൊങ്ങി വരുന്ന ആ സമയത്ത് നമ്മൾ തുറന്നു നോക്കുകയാണെങ്കിൽ അതങ്ങനെ തന്നെ താഴ്ന്നു പോകും. പിന്നെ കേക്ക് കാണാനായിട്ട് ഒരു ഭംഗി ഉണ്ടാവില്ല. അതുകൊണ്ട് ഒരു 25 മിനിറ്റെങ്കിലും എന്തായാലും കഴിഞ്ഞതിന് ശേഷമേ തുറന്നു നോക്കാൻ പാടുള്ളൂ. ഇപ്പോൾ കേക്ക് ടീൻ ഞാൻ ഇതിനകത്തേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് മൂടി വെച്ചിട്ട് നമുക്ക് 1/2 മണിക്കൂർ നേരമാണ് ബേക്കിംഗ് ടൈം. ആദ്യത്തെ 25 മിനിറ്റ് നമ്മൾ മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ബേക്ക് ചെയ്തെടുക്കുക. അതിന് ശേഷത്തെ ഒരു 5 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ബേക്ക് ചെയ്തെടുക്കുക. അങ്ങനെയാണെങ്കിൽ കറക്റ്റ് 1/2 മണിക്കൂറിനുള്ളിൽ ബേക്കായി കിട്ടും കേട്ടോ. പിന്നെ ബേക്കിംഗ് ടൈം എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ഒരു 5 മിനിറ്റിൻ്റെ ഡിഫറൻസ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഉണ്ടാവാം. അത് നമ്മളുടെ ഗ്യാസ് സ്റ്റൗവിൽ ആ ഒരു ഫ്ലെയിമിനനുസരിച്ചിരിക്കും. ഇനി ഓവനിലാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ പ്രീഹീറ്റ് ചെയ്തിരിക്കുന്ന ഓവനിൽ 180 ഡിഗ്രി സെൽഷ്യസിൽ 25 മിനിറ്റ് ബേക്ക് ചെയ്തെടുത്താൽ മതി. അതുപോലെ നമ്മൾ ഈ പാത്രത്തിനകത്ത് വെച്ച് ബേക്ക് ചെയ്തെടുക്കുമ്പോൾ ഇതിനകത്തുള്ള ചൂട് ഒരിക്കലും പുറത്തു പോകാൻ പാടില്ല. അതുകൊണ്ട് ഇതൊന്ന് ടൈറ്റായിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ കുറച്ച് വെയിറ്റ് ഉള്ള എന്തെങ്കിലും ഇതിന് മുകളിലായിട്ട് കയറ്റി വെക്കുന്നത്. അങ്ങനെ വിപ്പിംഗ് ക്രീം നമ്മളിപ്പോൾ ഫ്രിഡ്ജിൽ വെച്ച് നല്ലപോലെ തണുപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ഇപ്പോൾ സാധാരണ സൂപ്പർ മാർക്കറ്റിലൊക്കെ നമുക്ക് ചോക്ലേറ്റ് ഫ്ലേവേർഡ് ആയിട്ടുള്ള വിപ്പിംഗ് ക്രീം വാങ്ങാൻ കിട്ടും. അങ്ങനത്തെ വിപ്പിംഗ് ക്രീം ആണെന്നുണ്ടെങ്കിൽ എളുപ്പമാണ്. നമുക്ക് ആ വിപ്പിംഗ് ക്രീം ഡയറക്റ്റ് നമുക്ക് ബീറ്റ് ചെയ്തെടുത്താൽ മതി. ഇതിപ്പോൾ എനിക്ക് അങ്ങനത്തെ വിപ്പിംഗ് ക്രീം കിട്ടാത്തതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇതേപോലെ ചെയ്തെടുത്തിരിക്കുന്നത്. നമ്മൾ ഈ ക്രീം വിപ്പ് ചെയ്തെടുക്കുമ്പോൾ ഇതിൻ്റെ ഈ ഡാർക്ക്നെസ് കുറച്ചൊന്ന് ലൈറ്റ് കളറാവും. അപ്പോൾ നിങ്ങൾക്ക് നല്ല കളർ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ബ്ലാക്ക് കളർ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഞാനിപ്പോൾ ഇതിലേക്ക് ഫുഡ് കളറൊന്നും ചേർത്ത് കൊടുക്കണില്ല. ഇനി നമുക്ക് ഷുഗർ സിറപ്പ് ഒന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ 1/2 കപ്പ് പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ കോഫി സിറപ്പ് റെഡിയാക്കി വെച്ചതിൽ ബാക്കി ഇരിപ്പുണ്ടായിരുന്നു ഒരു 1/4 കപ്പ്. ആ 1/4 കപ്പ് കോഫിയും കൂടി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഷുഗർ സിറപ്പ് റെഡിയാക്കി എടുക്കുമ്പോൾ പഞ്ചസാര നല്ലപോലെ അരിഞ്ഞ് വെള്ളം നന്നായിട്ട് തിളച്ച് വരണം. 1 മിനിറ്റ് നേരത്തേക്ക് നമ്മളത് അങ്ങനെ നന്നായി തിളപ്പിച്ചെടുക്കണം. അതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അങ്ങനെ കൃത്യം 1/2 മണിക്കൂറിനുള്ളിൽ തന്നെ നമ്മുടെ കേക്ക് ബേക്ക് ചെയ്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇത് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും, മുകളിൽ ക്രാക്കുകളൊന്നും വീണിട്ടില്ല. നല്ല ക്ലിയർ ആയിട്ടാണ്, പെർഫെക്റ്റ് ആയിട്ടാണ് നമ്മുടെ ചോക്ലേറ്റ് കേക്ക് റെഡിയായി വന്നിട്ടുള്ളത്. ഇത് നല്ലപോലെ ചൂടാറിയതിന് ശേഷം മാത്രമേ നമ്മൾ ഈ മോൾഡിൽ നിന്ന് അത് എടുക്കാൻ പാടുള്ളൂ കേട്ടോ. അതല്ലെങ്കിൽ ചൂടോടുകൂടി തന്നെ എടുക്കാൻ നോക്കുകയാണെങ്കിൽ കേക്കിൻ്റെ ആ സൈഡ് ഭാഗമൊക്കെ പൊട്ടിപ്പൊടിഞ്ഞു പോകും. കേക്ക് നല്ല സോഫ്റ്റ് ആയിട്ടാണ് ബേക്ക് ചെയ്ത് വന്നിട്ടുള്ളത്.
ഇനി ഈ കേക്കൊന്ന് 3 ലെയറായിട്ട് നമുക്ക് മുറിച്ച് വെക്കണം. ഇനി ഐസിങ് ചെയ്ത് തുടങ്ങാം. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് ടേൺ ടേബിളിന് മുകളിലായിട്ട് ഇതുപോലൊരു ട്രേ വെച്ച് കൊടുക്കുന്നുണ്ട്. അതിനടിയിലായിട്ട് കുറച്ച് വിപ്പിംഗ് ക്രീം ആക്കി കൊടുക്കുക. അത് നമ്മൾ ഐസിങ് ചെയ്തെടുക്കുന്ന സമയത്ത് കേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് ഇതിന് മുകളിലായിട്ട് ആദ്യത്തെ ലെയർ കേക്ക് വെച്ച് കൊടുക്കാം. ഇതിന് മുകളിലായിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുക്കണം. കേക്ക് നന്നായിട്ട് സോക്ക് ചെയ്ത് വരുന്ന രീതിയിൽ നമ്മൾ ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുക്കണം. ഷുഗർ സിറപ്പ് ഒരിക്കലും ചൂടോടുകൂടി നമ്മൾ ഒഴിക്കരുത്. ഷുഗർ സിറപ്പ് നന്നായി ചൂടാറിയതിന് ശേഷമേ നമ്മൾ കേക്കിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാൻ പാടുള്ളൂ. അതുപോലെ കേക്ക് നല്ലപോലെ ചൂടാറിയതിന് ശേഷം നമ്മൾ ഐസിങ് ചെയ്യാൻ പാടുള്ളൂ. അതല്ലെങ്കിൽ നമ്മൾ ഈ തണുപ്പിച്ച് ഫ്രിഡ്ജിൽ വെച്ച് എടുത്തിട്ടുള്ള വിപ്പിംഗ് ക്രീം നമ്മൾ ചൂടുള്ള കേക്കിന് മുകളിലാക്കി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ വിപ്പിംഗ് ക്രീമൊക്കെ ഒലിച്ചു തുടങ്ങും. അതുകൊണ്ട് കേക്ക് നല്ലപോലെ ചൂടാറിയതിന് ശേഷം മാത്രമേ നമ്മൾ ഐസിങ് ചെയ്ത് തുടങ്ങാൻ പാടുള്ളൂ. ഇനി ഇതിന് മുകളിലായിട്ട് ഒരു ലെയർ വിപ്പിംഗ് ക്രീം വെച്ച് കൊടുക്കാം. ഇനി ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള 2 ലെയറും കൂടി ചെയ്തെടുക്കാം. അപ്പോൾ വീഡിയോയുടെ ലെങ്ത് ഒരുപാട് കൂടാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ അതൊന്നും കാണിക്കുന്നില്ല. നമ്മൾ നേരത്തെ ചെയ്ത പോലെ ഒരു ലെയർ വയ്ക്കുക, അതിനകത്തേക്ക് ഷുഗർ സിറപ്പ് ഒഴിച്ച് കൊടുക്കുക, അതിൻ്റെ മുകളിൽ ഒരു ലെയർ വിപ്പിംഗ് ക്രീം വയ്ക്കുക. അങ്ങനെ ഞാനിപ്പോൾ 3 ലെയറും വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ സൈഡിലൊക്കെ ആയിട്ട് നമുക്ക് വിപ്പിംഗ് ക്രീം വെച്ചിട്ടൊന്ന് കവർ ചെയ്തെടുക്കണം. കേക്ക് ഫുള്ളായിട്ട് നമ്മൾ ഈ വിപ്പിംഗ് ക്രീം കൊണ്ട് ഒന്ന് കവർ ചെയ്തെടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ ചോക്ലേറ്റ് വിപ്പിംഗ് ക്രീം കൊണ്ട് ഒരു ബേസ് കോട്ട് നമ്മൾ ഫുള്ളായിട്ട് ഈ കേക്ക് കവർ ചെയ്യുന്ന രീതിയിൽ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിന് മുകളിലായിട്ട് നമ്മൾ ഒരു ലെയറും കൂടി വിപ്പിംഗ് ക്രീം വെച്ച് കൊടുക്കുന്നുണ്ട്. ഈ വിപ്പിംഗ് ക്രീം കുറച്ചും കൂടി ലൈറ്റർ ഷെയ്ഡാണ്. ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ളത് 1/4 കപ്പ് വിപ്പിംഗ് ക്രീമും 2 ടീസ്പൂൺ കൊക്കോ പൗഡറും അതുപോലെ തന്നെ മെൽറ്റ് ചെയ്തെടുത്തിട്ടുള്ള ഡാർക്ക് ചോക്ലേറ്റ് നേരിട്ട് നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ബീറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ ഈ മെൽറ്റ് ചെയ്തിട്ടുള്ള ഡാർക്ക് ചോക്ലേറ്റ് ഒഴിച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ ചെറിയ ചെറിയ ഫ്ലേക്സ് ആയിട്ട് ചോക്ലേറ്റ് അതിൽ വീണ് കിട്ടും. അപ്പോൾ അത് കാണാനും നല്ല ഭംഗിയാണ്. അങ്ങനെ ചെയ്തെടുത്തിട്ടുള്ളതാണ് ഈ വിപ്പിംഗ് ക്രീം. അപ്പോൾ ഈ വിപ്പിംഗ് ക്രീം കൊണ്ട് നമ്മൾ ഒരു ലെയർ മുഴുവനായിട്ട് കേക്ക് കവർ ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഈ കേക്കിൻ്റെ സൈഡിൽ നമുക്ക് ഇതുപോലൊരു സ്ക്രാപ്പർ വെച്ചിട്ട് ചെറിയ ഡിസൈനൊക്കെ ചെയ്തു കൊടുക്കാം. അതുപോലെ കുറച്ച് ചോക്ലേറ്റ് ഗനാഷ് ഞാൻ ഇതുപോലെ പൈപ്പിംഗ് ബാഗിലാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കത് ഇങ്ങനെ കേക്കിൻ്റെ സൈഡിലായിട്ട് ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഇതിങ്ങനെ കേക്കിൽ നിന്ന് ഇങ്ങനെ ചോക്ലേറ്റ് ഒലിച്ചിറങ്ങുന്ന രീതിയിൽ വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഈ ചോക്ലേറ്റ് ഗനാഷ് നമ്മൾ ചെയ്തെടുത്തിരിക്കുന്നത് വിപ്പിംഗ് ക്രീമും ചോക്ലേറ്റും ഒരേ റേഷ്യോയിൽ എടുത്തിട്ട് മെൽറ്റ് ചെയ്തെടുത്തിരിക്കുന്നതാണ്. അങ്ങനെ എടുക്കുന്നതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ നമ്മളിത് ഫ്രിഡ്ജിൽ വെച്ചാലും അത് കട്ടിയായി പോവില്ല. ഇത് ഈ ഒരു ഫോമിൽ തന്നെ ഇങ്ങനെ കിട്ടും. അതല്ലാതെ നമ്മൾ വെറുതെ ഡാർക്ക് ചോക്ലേറ്റ് നമ്മൾ മെൽറ്റ് ചെയ്തിട്ടാണ് ചേർത്ത് കൊടുക്കണതെന്ന് വെച്ചാൽ നമ്മളത് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിക്കുമ്പോഴേക്കും അതിങ്ങനെ ഹാർഡായി പോകും. ഇങ്ങനെ ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഈ ഒരു ലിക്വിഡ് ഫോമിൽ തന്നെ കിട്ടും. ഇതേ ചോക്ലേറ്റ് ഗനാഷ് തന്നെ ഞാൻ കേക്കിൻ്റെ മുകൾ ഭാഗത്തായിട്ടും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. കേക്കിൻ്റെ മുകൾ ഭാഗം ഫുള്ള് കവർ ചെയ്യുന്ന രീതിയിൽ ചോക്ലേറ്റ് ഗനാഷ് വെച്ചിട്ടൊന്ന് കവർ ചെയ്തെടുക്കണം. പിന്നെ കേക്കിൻ്റെ ഡെക്കറേഷനൊക്കെ നമുക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്തെടുക്കാം കേട്ടോ. ഞാനിപ്പോൾ കേക്കിൻ്റെ ഈ ഒരു അടിഭാഗത്തായിട്ട് ചെറിയൊരു ഫ്ലവർ ഡിസൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ കേക്കിൻ്റെ മുകൾ ഭാഗത്ത് ഒരു ഹാഫ് പോർഷനിൽ ഇതുപോലെ തന്നെ നമുക്ക് ചെറിയ ചെറിയ ഫ്ലവർ ഡിസൈൻസ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിന് മുകളിലായിട്ട് ഞാൻ 2 ഓറിയോ ബിസ്ക്കറ്റ് വെച്ച് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ 2 കിറ്റ്കാറ്റും വേഫർ സ്റ്റിക്കും ഒക്കെ വെച്ച് കൊടുക്കാം. പിന്നെ ഇതിൻ്റെ കൂടെ നമുക്ക് കുറച്ച് ചോക്ലേറ്റ് ബോൾസ് വെച്ച് കൊടുക്കാം. ഇത് നമുക്ക് കടയിൽ നിന്നൊക്കെ വാങ്ങാൻ കിട്ടുന്ന ഡയറി മിൽക്ക് ഷോട്ട്സ് ഇല്ലേ, അതാണ് കേട്ടോ. അതുപോലെ ഞാൻ കുറച്ച് ബദാം ഫ്ലേക്സ് വെച്ച് കൊടുക്കുന്നുണ്ട്. കൂടെ കുറച്ച് ചോക്കോ ചിപ്സും. നമ്മൾ ഈ താഴെ വെച്ച് കൊടുത്തിട്ടുള്ള ഈ ഫ്ലവർ ഡിസൈനിമേയും ഞാൻ ചോക്കോ ചിപ്സ് വെച്ച് കൊടുക്കുന്നുണ്ട്. നമുക്ക് ഓരോരുത്തർക്കും നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് കേക്ക് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം കേട്ടോ. ഞാൻ അവസാനമായിട്ട് ഈ കേക്കിൻ്റെ മുകളിൽ ഒരു ചെറിയൊരു ഗ്ലേസിങ് കിട്ടാൻ വേണ്ടിയിട്ട് ചോക്ലേറ്റ് സിറപ്പ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഹെർഷീസിൻ്റെ ചോക്ലേറ്റ് സിറപ്പാണ് ഞാനിപ്പോൾ ഇതിൻ്റെ മുകളിലായിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അങ്ങനെ നമ്മുടെ ചോക്ലേറ്റ് ട്രഫിൾ കേക്ക് റെഡി ആയിട്ടുണ്ട്. നല്ലപോലെ തണുപ്പിച്ച് കഴിക്കുന്നതായിരിക്കും കൂടുതൽ ടേസ്റ്റ് കേട്ടോ.
അപ്പോൾ കേക്കൊക്കെ ഉണ്ടാക്കി പരീക്ഷിക്കാൻ താല്പര്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഇതൊന്നും ഉണ്ടാക്കി നോക്കണം. പിന്നെ ഇത് നമുക്ക് വിപ്പിംഗ് ക്രീം മാത്രമേ നമുക്ക് പുറത്തുനിന്ന് അങ്ങനെ പോയി വാങ്ങേണ്ടി വരുള്ളൂ. വിപ്പിംഗ് ക്രീം നമുക്ക് കിട്ടിയില്ല എന്നുണ്ടെങ്കിലും വിപ്പിംഗ് ക്രീം പൗഡർ വാങ്ങാൻ കിട്ടും. അത് വെച്ചിട്ടായാലും ഇതുപോലെ തന്നെ ഉണ്ടാക്കി നോക്കാം കേട്ടോ. അപ്പോൾ എല്ലാവരും മറക്കാതെ ഇതൊന്ന് ഉണ്ടാക്കി നോക്കണം. ഇതുപോലെ റെസിപ്പി ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും എല്ലാവർക്കും ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. കൂടുതൽ വീഡിയോസ് കാണാനായിട്ട് എൻ്റെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.